ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അടുത്ത പദം, അങ്ങനെ തന്നെ ഈ കാലത്തിലും കൃപയാലുള്ള, ആ പദം ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ തിരുവചനത്തിന് മുൻപിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഈ കാലത്തിലും ദൈവം ഒരു ശേഷിപ്പിനെ മറച്ചു വെച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്? ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ദൂത് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പുറകിൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പൗലോസ് ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ, ആയിരക്കണക്കിന് വർഷത്തിന് പുറകിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആ കാലഘട്ടത്തെ നോക്കി വിശുദ്ധ പൗലോസ് പറയുകയാ, ഈ കാലഘട്ടത്തിലും, ഏത് കാലഘട്ടം? പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ നിൽക്കുന്ന കാലഘട്ടത്തിലും ഒരു ശേഷിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പൗലോസ് പറഞ്ഞു, എൻ്റെ കാലഘട്ടത്തിന് മുൻപ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഏലിയാവ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യന്റെ കാലഘട്ടത്തിൽ ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനാണെങ്കിൽ 2 കാലഘട്ടം പൗലോസ് പറയുന്നു. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ട്, ഞാൻ എന്ന പൗലോസിന്റെ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ട്. അങ്ങനെങ്കിൽ 2021 ഡിസംബർ മാസം 18, എത്രാം തീയതി? 19-ാം തീയതി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ഉണ്ട്. ഈ കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. എന്നെ ഈ ദൂതിലേക്ക് കയറ്റാൻ കാരണം ഈ പാൻഡമിക് സിറ്റുവേഷൻ ആകാം. ഞാൻ ഇന്ന് രാത്രി ഒരു പദം കയറി പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്നും നിനക്ക് ജീവനോടെ ഇതിനകത്ത് ആരാധിക്കാൻ വരാൻ പറ്റിയെങ്കിൽ അടിവരയിട്ട് എഴുതിക്കോ, നീ തലമുറയുടെ ഒരു ശേഷിപ്പാ. ആമേൻ, ആമേൻ. ശേഷിപ്പെന്ന പദത്തിന് 3 അർത്ഥങ്ങളാ. 3 അർത്ഥങ്ങളാ ശേഷിപ്പെന്ന പദത്തിന്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു കൂട്ടം ശേഷിപ്പ. 2, അടയാളപ്പെടുത്തിയ ഒരു കൂട്ടം ശേഷിപ്പ. 3, അതിജീവിച്ചവരുടെ ഒരു കൂട്ടം ശേഷിപ്പ. 3 പദമാണ് ശേഷിപ്പെന്ന വാക്കിന് 3 പദമാണ്. ഒന്നുകൂടെ പറയുന്നു, അടയാളപ്പെടുത്തി വെച്ച ഒരു കൂട്ടം, അവരൊരു ശേഷിപ്പ. തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയവർ, അവരൊരു ശേഷിപ്പ. 3, അതിജീവിച്ചവരുടെ കൂട്ടമുണ്ട്, അതൊരു ശേഷിപ്പ. അങ്ങനെയാണെങ്കിൽ ഈ ശേഷിപ്പെന്ന പദം യഥാർത്ഥത്തിൽ പ്രസംഗിക്കണമെങ്കിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അത് പ്രസംഗിക്കണ്ടേ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പല നിലവാരത്തിലുള്ള ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ടും ഇതിങ്ങനൊരു മീറ്റിംഗ് ആയതുകൊണ്ടും ഞാൻ ഇതിനെ അതിൻ്റെ ഒടുവിലത്തെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊരു ദൂതായി വിളിച്ചു പറയാൻ പോകുകയാ. അതിജീവിച്ചവരുടെ ഒരു കൂട്ടത്തെ ഭാരത മണ്ണിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. പിന്നെ ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലം എനിക്കിവിടുത്തെ മുക്കും മൂലയെ അറിയാം. പ്രസംഗിക്കാൻ വന്നതല്ല, ഞാനിവിടെ വളർന്നവനാണ്. ഞാൻ ചെന്നിത്തലയെ വളർന്നത്. എൻ്റെ അമ്മയുടെ കുടുംബക്കാർ മുഴുവൻ ചെന്നിത്തലയിലുണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബം വള്ളക്കാലി, വിയപുരം വള്ളക്കാലിയാണ്. ഞാൻ ചെന്നിത്തലയിൽ നിന്ന് വളർന്നിട്ടുണ്ട്. അന്നേരം ചെന്നിത്തല എനിക്ക് സുപരിചിതമാണ്. എൻ്റെ സ്വദേശം പുനലൂരാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന മൂവാറ്റുപുഴയാണ്. അതാ വിളിയുള്ളവൻ്റെ പ്രത്യേകത. അങ്ങനെ പിടികിട്ടുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിളിയുള്ളവൻ്റെ പ്രത്യേകത അതാ. ചിലപ്പം ജനിച്ചത് ഒരിടത്തായിരിക്കും, വളർന്നത് ഒരിടത്തായിരിക്കും. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ല, താമസിക്കുന്നത് ഒരിടത്തായിരിക്കും. അത് വിളിയുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, മസിലൊന്നും പിടിച്ചിരിക്കണ്ട. നമ്മൾ ഒത്തിരി നാളിന് ശേഷം നിങ്ങൾക്ക് ഒത്തിരി നാളിന് ശേഷം ഇങ്ങനൊരു കൂട്ടായ്മ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്കകത്ത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം എനിക്കൊരു കാര്യം അറിയാം, എവിടെങ്കിലും ഒരു ഡോറ് തുറന്നാൽ പിന്നെ നമുക്ക് വീട്ടിലിരിക്കാൻ സമയം കിട്ടത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? കാരണം ശേഷിപ്പുകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായത്. നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു ശേഷിപ്പാന്ന് ഉറപ്പുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഈ തലമുറയിൽ നീ ഒരു ശേഷിപ്പാന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഈ തലമുറയുടെ ശേഷിപ്പ് ഞാനാ. ആ പദത്തിന് ഭയങ്കര ആത്മീയർത്ഥമാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ടർത്ഥത്തിൽ നിന്ന് പ്രസംഗിച്ച കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ അടയാളപ്പെടുത്തിയവർ, തിരഞ്ഞെടുക്ക് മാറ്റി നിർത്തിയവർ. പക്ഷെ ഞാൻ ആ ഒടുവിലത്തെ അർത്ഥത്തിനകത്ത് നിന്ന് പ്രസംഗിക്കാം. അതിജീവിച്ചവരുടെ ഒരു കൂട്ടത്തെ ശേഷിപ്പെന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറയാം. കഴുത്തിന് മീതെ 2 വർഷക്കാലം കുടുംബത്തിന്റെ മീതെ, ദേശത്തിന്റെ മീതെ, ചാർച്ചക്കാരുടെ മീതെ വാള് നിന്നിട്ടും വാളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് ഇതിനകത്ത് കയറിയവരോട് പറയാം, നീ ഒരു ശേഷിപ്പാ. വെറുതെ അല്ല ദൈവം നിന്നെ ശേഷിപ്പിച്ച്, എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി വീണ്ടും ചെയ്യാൻ ദൈവം ഈ ഭൂമിയിൽ നിന്നെ ശേഷിപ്പിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ കരങ്ങളെ അടിച്ച് ഈ രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. Oh, mighty name of Jesus. ആമേൻ, ആമേൻ. ഈ രാത്രി മസിലൊന്നും പിടിച്ച് നമ്മൾ ഇതിനകത്ത് ഇരിക്കണ്ട. ആരോഗ്യമുള്ള, നമ്മളെക്കാൾ ആരോഗ്യമുള്ള ഒരുപാടെണ്ണം വീണു. ഹലോ, ചുമ്മാതൊന്ന് മൂക്കൊലിച്ചതാ, പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നു, കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല. പിന്നെ ആരും എൻ്റെ കൂടെ ഇല്ല. പലതിനെയും ഒന്ന് ഒരു നോക്ക് അവസാനം കാണാൻ പോലും അവസരം കിട്ടിയില്ല. ഏതൊക്കെയോ ആർക്കോ വേണ്ടാത്ത ഏതൊക്കെയോ പൊട്ടക്കുഴിക്കകത്തും വേസ്റ്റ് ഇടുന്ന സ്ഥലത്തുമൊക്കെ കൊണ്ട് ഒത്തിരി എണ്ണത്തെ കത്തിച്ചു കളഞ്ഞപ്പോ അതിനൊന്നും ഇടവരുത്താതെ ഇതിനകത്തിരിക്കുന്നതിന്റെ കാരണം ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയാ, നീ തലമുറയുടെ ശേഷിപ്പ. ഓ ജീസസ്, എന്തോ ദൈവന്റെ അകത്തത് വളരെ ശക്തമായിട്ട് ഈ രാത്രിയിൽ വിളിച്ചു പറയുന്നു. ശേഷിപ്പായതുകൊണ്ടാ, അല്ലാതെ ഹോർലിക്സും ബോൺവിറ്റയും ബൂസ്റ്റും ഒന്നും കഴിച്ചതിൻ്റെ മേന്മയൊന്നുമല്ല. ചിലർക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾ അത് ഞാൻ പരിസ്ഥിതി സത്യത്തിൽ പറഞ്ഞുകൂടാ, ഗവൺമെൻറ്റിനെതിരാ. ഒന്നിൻ്റെയും ബലത്തിലല്ല നീ ഇവിടെ ഇരിക്കുന്നേ. ഇന്ന് രാത്രി വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം, നീ ദൈവം ഒളിപ്പിച്ചു വെച്ച ശേഷിപ്പാ. അത് ഉറപ്പുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അഭിഷക്തനെ മുൻപേ പോയ അങ്ങയെ പുലി കടിക്കാതെ പുറകിൽ വന്ന ഫാമിലിയെ പുലി കടിക്കുമ്പോൾ ഈ രാത്രിയിൽ അറിഞ്ഞോണം, നീ ഒരു ശേഷിപ്പാ. നിന്റെ കൂട്ടത്തിലുള്ള പലതും മണ്ണിൽ തകർന്നു വീണിട്ടും നീ തകരാതെ നിൽക്കുന്നതിന്റെ കാരണം നീ ഒരു ശേഷിപ്പാ. കൂട്ടത്തിലുള്ള പലതും ബാലിന് മുട്ടുമടക്കി ഇറങ്ങിയ പലതും തിരിച്ചുപോയി. ഇന്നും നീ നിൽക്കുന്നതിന്റെ കാരണം ഈ തലമുറയുടെ ശേഷിപ്പാ. ആമേ. ഈ 2 വർഷക്കാലം നിങ്ങൾ ആത്മാവിൽ നോക്കിക്കോ. ഇറങ്ങിയ പലതും എന്തു ചെയ്തു? ഞാൻ എപ്പോഴും പ്രസംഗം പറയുന്നൊരു പദമുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ദൈവം വിളിച്ചിറക്കിയവരുണ്ട്, ദൈവത്തെ വിളിച്ചിറങ്ങിയവരുമുണ്ട്. 2 കൂട്ടരുണ്ട്. ദൈവം വിളിച്ചിറക്കിയവരും രണ്ടും ഈ കാലഘട്ടത്തിൽ മനസ്സിലായി ആരൊക്കെ ഉണ്ടെന്ന്. ഹലോ, ഇവിടെ എന്താ പൗലോസ് പറയുന്നേ? എൻ്റെ കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ട്. അതിന് പൗലോസ് എടുത്ത് ഉദ്ധരിച്ച വാക്യമേതാ? പഴയ നിയമത്തിലെ ഒരു ദൈവഭക്തന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ പൗലോസ് കൊണ്ടുവരികയാണ്. ആരാ ദൈവമനുഷ്യൻ? 17-ാം അധ്യായത്തിൽ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ട്, കുടുംബപ്പേരില്ല, വീട്ടുപേരില്ല, പേരിൻ്റെ താഴെ പറയത്തക്ക യോഗ്യതകളൊന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തിരുവചനത്തിനകത്തെ രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യത്തില്ല എന്ന് രാജാവിനോട് ദൂത് പറഞ്ഞ് അതിനുശേഷം കെരീതിൽ ഒളിച്ച് അതിനുശേഷം സാരാഫാത്തിൽ ചെന്ന് അതിനുശേഷം ചൂരച്ചെടിയുടെ കീഴിൽ കടന്ന് അവിടുന്ന് എഴുന്നേറ്റോടി ഒരു ഗുഹയ്ക്കകത്ത് കടന്നവനെ ദൈവം വെളിയിലേക്ക് വിളിച്ചിറക്കി. അവനോട് ദൈവം ഇടപെടുമ്പോൾ അവൻ ദൈവത്തോട് പറയുന്ന ശബ്ദമാണ്, ഞാൻ ഒരുത്തനെ ശേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ദൈവം അവനോട് പറയുകയാ, അത് നിന്റെ ചിന്തയാ. നീ അറിയാത്ത 7000 എണ്ണത്തെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, നിന്റെ കുടുംബത്തിനകത്തെ ശേഷിപ്പ് നീയാ. ഈ തലമുറയുടെ ശേഷിപ്പ് നീയാ. ആമേൻ. അദ്ദേഹത്തിന്റെ ചിന്ത,
പുള്ളി കയറി ഓരോ രൂപതൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി എവിടെ ഇരുന്ന് കരീതിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം തമ്പുരാൻ പറഞ്ഞു എഴുന്നേറ്റോ സാരാഫാത്തിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കുറച്ച് നാൾ വാർത്തു. ഈ നമ്മൾ ചിന്തിക്കുന്ന രാവിലെ ഞാൻ അപ്പം കഴിച്ചിട്ട് വൈകിട്ടിങ്ങ് പോകുന്ന അല്ലല്ല, നോ 3 വർഷം. എത്ര? കരീതിലും സാരാഫാത്തിലൂടെ 3 വർഷം വിധവയുടെ വീട്ടിൽ പ്രവാചകൻ വാർത്തെന്ന്. ഇന്നായിരുന്നെങ്കിൽ ഏത് മഞ്ഞപ്പത്രത്തിനകത്ത് എന്തൊക്കെ എഴുതിയേനെ. അന്ന് മഞ്ഞപ്പത്രവും ഇല്ലായിരുന്നു, ഫേസ്ബുക്കും ഇല്ലായിരുന്നു, വാട്സാപ്പും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിലായിരുന്നു പ്രസംഗിക്കാൻ സൗകര്യം. ഇന്നങ്ങാണ് ഏതെങ്കിലും പ്രവാചകൻ ചെന്ന് 3 വർഷം ഒരു വിധവയുടെ വീട്ടിൽ താമസിച്ചാൽ പിന്നെ അവൻ പ്രവചിച്ചിട്ടും കാര്യമില്ല, ജീവിച്ചിട്ടും കാര്യമില്ല, പിന്നെ അവനെ നശിപ്പിച്ചിരിക്കും. പക്ഷെ പുള്ളി അവിടെ 3 വർഷം താമസിച്ചു, ആർക്കും ഒന്നും പറയാനില്ല. അതിനുശേഷം പുള്ളി വന്ന് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുക. അവിടുന്ന് വീണ്ടും തട്ടി എഴുന്നേൽപ്പിച്ചു. നോക്കിക്കോണേ, തട്ടി എഴുന്നേൽപ്പിച്ച് വിട്ടു. ചെന്ന് ഗുഹയ്ക്കകത്ത് കയറി. ദൈവം പറഞ്ഞു വെളിയിലിറങ്ങാൻ. അദ്ദേഹം ദൈവത്തോട് പരാതി, ഞാൻ ഒറ്റയൊരുത്തൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ദൈവത്തിന് മറുപടി, നിന്റെ ചിന്തയാത്, നിനക്കെന്നെ പറ്റി അറിയത്തില്ല, നിനക്കറിയാത്തൊരു 7000 ഇവിടെ ഉണ്ട്. അവരുടെ പ്രത്യേകത ഞാൻ പറയാം, അവർ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ടില്ല. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. അവർ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കിയിട്ടില്ല, അവർ ബാലിനെ ചുംബിച്ചിട്ടില്ല. ഞാൻ അവരെ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുക. ഈ തലമുറയിലും ആരെയൊക്കെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, പ്രലോഭനങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത, പലതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ശേഷിപ്പിനെ ഈ കാലഘട്ടത്തിലും എൻ്റെ ദൈവം ഈ പട്ടണത്തിനകത്ത് ശേഷിപ്പിച്ചിട്ടുണ്ട്. ശേഷിപ്പെന്ന പദം വളരെ എന്നെ ഈ ദിവസങ്ങളിൽ സ്പർശിച്ചൊരു പദമാണ്. ഞാൻ അതിനെ ഒരു പ്രൊഫറ്റിക്കൽ ആംഗിളിൽ ദൈവവചനത്തെ 2-3 രീതിയിൽ ദൈവവചനം പ്രസംഗിക്കാം. ശാസ്ത്രീയമായ രീതിയിൽ ദൈവവചനം പ്രസംഗിക്കാം, ഒരു വേദ പഠിതാവെന്ന രീതിയിൽ ദൈവവചനം പ്രസംഗിക്കാം, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവവചനത്തെ പ്രസംഗിക്കാം. അങ്ങനെയാണ് ഇന്ന് എൻ്റെ ഒരു പ്രൊഫറ്റിക്കൽ ആംഗിൾ 1-2 ദൂത് പറഞ്ഞ് ഈ രാത്രി ഞാൻ കറക്റ്റ് 7 മണിയാകുമ്പോൾ ഞാൻ നിർത്തും, പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പറഞ്ഞേ, ഒരു ശേഷിപ്പുണ്ടെന്ന് എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊന്ന് പറഞ്ഞേ. എന്തുപോലെ ഇന്ന് രാത്രി വന്നതല്ലേ, ഒരു ശേഷിപ്പുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പറ, അതരങ്ങൾ തുറന്ന് പറയും, ശേഷിപ്പുണ്ട്. എൻ്റെ വീടിനകത്തെ ശേഷിപ്പ് ഞാനാ, ഈ തലമുറയുടെ ശേഷിപ്പ് ഞാനാ. ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവവും ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കലൊരു സ്ത്രീ കർത്താവിനോട് പറഞ്ഞൊരു പദമുണ്ട്. ഞാൻ ഇന്നലെ 1-2-3 എപ്പോഴും നമ്മൾ വേദം ഈ തിരുവചന പ്രസംഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പുരുഷന്മാരെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ 1-2-3 സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തെ മെസ്സേജ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഒരിക്കലൊരു സ്ത്രീ വന്ന് നസ്രയനോട് ഇങ്ങനൊരു പദം പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സൗഖ്യമില്ല. നസ്രയൻ തിരിച്ച സ്ത്രീയോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, മക്കളുടെ അപ്പം ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ചെയ്ത വിടുതലുകൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു ചെയ്തതെല്ലാം കേട്ട് അറിഞ്ഞിട്ടാണ് ആര് ചെന്നാലും അവൻ തൊടും, ആരെയും അവൻ സൗഖ്യമാക്കും, അവൻ്റെ കൈവച്ചാൽ സൗഖ്യമാകാത്ത വിഷയങ്ങളില്ല എന്ന കേൾവിയാണ് ഈ സ്ത്രീയെ സത്യത്തിൽ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നത്. അവൾ വളരെ ആഗ്രഹത്തോടെ ചെന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം യേശുവിനോട് പറയുമ്പോൾ യേശു അവളോട് പറയുക, ഞാൻ മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഞാനായിരുന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവരായിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ യേശുവിനെ ഒരു നോട്ടം നോക്കിയിട്ട് ഇറങ്ങിപ്പോയേനെ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞു വന്ന് ഒരു വിടുതലിൻ്റെ ഒരു വിഷയം പറയുമ്പോൾ പ്രസംഗിക്കാൻ വന്ന ആൾ പറയുക, നിങ്ങൾക്ക് വിടുതലൊന്നുമില്ല, ഇന്ന് എന്നെ നേരിട്ട് കണ്ടവർക്കേ ഉള്ളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക സംഘർഷം എന്തുവായിരിക്കും. പക്ഷെ ഇവിടെ തിരുവചനം പറയുന്നു, അവൾ ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവൾ യേശുവിനോടൊരു മറുപടി പറഞ്ഞു, മക്കളുടെ അപ്പം വേണ്ട, മേശപ്പുറത്തു നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്ക് മതി, എൻ്റെ വീടിനകത്ത് സൗഖ്യം നടക്കും. എന്തോ പദം അഭിഷക്തന്മാരെ, അമ്മേ, എന്തോ പദവാ സ്ത്രീ പറഞ്ഞേ. ഞാൻ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. മനസ്സ് മടിപ്പിക്കുന്ന കാര്യമാണ് കേട്ടത്. മക്കളുടെ അപ്പം ആർക്ക് തരത്തില്ല. ഞാൻ
തിരിച്ചെൻ്റെ വീട്ടിൽ പോയേനെ, ഉറപ്പാ. കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അതുപോലെ യേശു ചില സമയങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരാൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞവൻ പറഞ്ഞു ഇപ്പം കാണാൻ പറ്റത്തില്ലെന്ന്. എന്താ പറഞ്ഞേ? ഇപ്പം കാണാൻ പറ്റത്തില്ല. കാര്യം എന്നാ? ഞാൻ തേജസ്കരിക്കപ്പെടാൻ സമയമായെന്ന്. അർത്ഥം നിന്റെ കണ്ണിന് മുമ്പിൽ കൂടെ നെട്ടനെ ഞാൻ 6 അടി നീളത്തിൽ ഗലീലയിൽ കൂടെ ഗന്നസരത്തിൽ കൂടെ യെരുശലേമിൽ കൂടെ ഒക്കെ തേരാപ്പാര നടന്നപ്പം നിനക്ക് എന്നെ കാണണ്ട, ഇപ്പം കാണണം. ഇനി ഇപ്പം നീ എന്നെ ഇങ്ങനെ കാണണ്ട, ഇനി തേജസ്കരിക്കപ്പെട്ട എന്നെ കണ്ടാ മതി. എന്നിട്ട് ഞാനായിരുന്നെങ്കിൽ തിരിച്ചിറങ്ങിപ്പോയനെ. പക്ഷെ ഈ സ്ത്രീ പോകുന്നില്ല. ഇവൾ അവിടെ നിന്നുകൊണ്ട് കർത്താവിനോട് പറയാം മക്കളുടെ അപ്പം വേണ്ട. അവൾ പറഞ്ഞ അടുത്ത പദം, മേശമേൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്ക് മതി എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടോ. ഒന്നുകൂടെ ഞാൻ ഈ തിരുവചന വെളിച്ചത്തിൽ പറയാം. അവൾ എന്താ പറഞ്ഞേ? മേശമേൽ നിന്ന് വീഴുന്ന അപ്പത്തിന്റെ നുറുക്കെന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് താഴെയിടുന്ന ശേഷിപ്പ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടോ ഞാൻ വിളിച്ചു പറയുന്നു, ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം. ഓ, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ആ സ്ത്രീ പറഞ്ഞ പദം എന്നാന്നറിയാമോ? മേശപ്പുറത്തിരിക്കുന്നത് അപ്പവോ, പക്ഷെ മേശപ്പുറത്തുനിന്ന് താഴോട്ട് വന്നാൽ അത് അപ്പവല്ല, അത് മുറിച്ചിട്ട ശേഷിപ്പ. ഇന്ന് രാത്രി അവള് പറയുവോ, ആ ശേഷിപ്പ് കിട്ടിയാൽ മതി എൻ്റെ വീടിനകത്ത് സൗഖ്യം നടക്കോ. ഇന്ന് രാത്രിയിൽ നിന്റെ വീടിനകത്തുള്ള ചില ശേഷിപ്പിനെ എടുക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിന്റെ വീടിനകത്തുള്ള ചില ശേഷിപ്പുകളെ തൊടുന്ന ദൈവം ഈ രാത്രി ചിലതിന്റെ മേൽ. ഓ, മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീ പറഞ്ഞ പദത്തിനകത്ത് എന്താ ഇരിക്കുന്നേ? ഞാനത് തെറ്റിദ്ധരിക്കത്തില്ല. എൻ്റെ അകത്ത് വന്ന സന്തോഷം, അത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ അകത്ത് വന്നൊരു റെവലേഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഈ റെവലേഷൻ പറയാന്ന് പറയുമ്പോഴേ പ്രശ്നമാണ്. ഹലോ, സത്യത്തിൽ എനിക്കിതിനകത്ത് ഒരുപാട് ഇഷ്ടമുള്ള 2-3 മനുഷ്യരുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ പത്മോസിനകത്ത് കൊണ്ടിട്ടു. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ എവിടെങ്കിലും യോഹന്നാൻ പത്മോസിനെ പറ്റി വിവരിച്ചതായിട്ട് കാണിച്ചു തരാവോ? യോഹന്നാനെ കൊണ്ടിട്ടത് പത്മോസിലാ. പക്ഷെ യോഹന്നാൻ പത്മോസിനകത്തെ ഉയരത്തിൽ പറക്കുന്ന കഴുകനും പത്മോസിനകത്ത് ഊട്ടിയിട്ടിരിക്കുന്ന തലയോട്ടിയും പത്മോസിന്റെ ഭീകര അന്തരീക്ഷം ഒന്നും യോഹന്നാൻ എഴുതിയിട്ടില്ല. നമ്മുടെ പ്രാസംഗികര് യോഹന്നാൻ കിടന്നട ഒന്ന് അവിടുത്തെ കത്തികൂടവും സത്യത്തിൽ യോഹന്നാൻ ഇതൊന്നും എഴുതിയിട്ടില്ല. പത്മോസി പുള്ളി പറഞ്ഞ് യേശുവിന്റെ സാക്ഷ്യവും യേശുവിന്റെ ജീവിതത്തോടുമുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ എന്ന ഞാൻ പത്മോസിൽ കിടന്നു. അത്രേ ഉള്ളൂ യോഹന്നാന് പറയാൻ. പിന്നെ നമ്മൾ സത്യത്തിൽ യോഹന്നാൻ അവിടെ കിടന്നെന്ന് മാത്രം പറഞ്ഞ് ആര് കൈയടിക്കാനാ? അതുകൊണ്ട് പിന്നെ നമ്മൾ കിട്ടിയ ചരിത്ര പുസ്തകങ്ങളെല്ലാം ഒന്ന് തപ്പി ഇല്ലേ, പത്മോസിനെ കുറിച്ചൊരു സെർച്ചൊക്കെ നടത്തിയപ്പോൾ പത്മോസ് കൊള്ളാം. നമ്മളാണ് പറഞ്ഞത് പത്മോസിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പത്മോസ് നാട് കടത്തുന്ന സ്ഥലമായതുകൊണ്ട് ഭീകരതയുള്ള സ്ഥലമായിരിക്കാം. തലയോട്ടി കാണാം, ഉയർത്തി പറക്കുന്ന കഴുകൻ കാണാം, ശവത്തെ തിന്നാനുള്ള കഴുകൻ കാണാം, കാട്ടുമൃഗങ്ങൾ കാണാം. പക്ഷെ ഇതൊക്കെ സത്യമായിരിക്കാം. പക്ഷെ യോഹന്നാൻ എഴുതിയില്ല. യോഹന്നാനെ വിളിച്ചിട്ട് ചോദിക്കണം, എന്താ പത്മോസിൽ കിടക്കുമ്പം കാണുന്നത്? ഉയരത്തിൽ പറക്കുന്ന കഴുകനാണോ, അതോ തലയോട്ടികളാണോ, അതോ പത്മോസിന്റെ ഭീകരതയാണോ? യോഹന്നാൻ പറയും, അല്ല സഹോദര, പത്മോസിൽ കിടന്ന് ഞാൻ ഇതൊന്നുമല്ല കണ്ടത്. കിടന്നത് പത്മോസിലാണെങ്കിൽ കണ്ടത് തുറക്കപ്പെട്ട സ്വർഗവാ. ആർക്കും പിടി കിട്ടുന്നില്ല. ഇതിനകത്ത് ചങ്കത്ത് കൈവച്ച് എത്ര പേർക്ക് പറയാൻ പറ്റും, ഈ കൊറോണ എന്ന മഹാവ്യാധിയുടെ 2 വർഷക്കാലമാണ് എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവം തുറന്ന വഴികൾ കണ്ടതെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഞാനൊരു യൗവന ശുശ്രൂഷകനാണ്. വലിയ ബാക്ക് സപ്പോർട്ടും ഒന്നുമില്ല. നിങ്ങൾ കുറച്ചുകൂടെ കയറി പറയാം. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് ഇന്നത്തെ ദിവസവും ഒഴിച്ചോ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തൂമ്പ എടുത്തുകൊണ്ട് കിളയ്ക്കാൻ പോകുന്നൊരു അപ്പൻ്റെ മോനെ ഇപ്പോഴും ഞാൻ. ഇനിയെങ്കിലും ഒരു സ്വോത്രം ചെയ്. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 750 രൂപ ആഹാരം കൊടുക്കുകയാണെങ്കിൽ 750 രൂപ, ആഹാരം കൊടുക്കത്തില്ലെങ്കിൽ 850 രൂപയ്ക്ക് ദുബൈയിൽ ഈന്തപ്പനയുടെ ചെവിട് കളയ്ക്കാൻ പോകുന്ന ആളല്ല,
സാധാ വീടുകളിലൊക്കെ മരത്തിൻ്റെ ചുവട് കളയ്ക്കാൻ പോകുന്ന അപ്പൻ്റെ മോനാ ഞാൻ. 9ാം ക്ലാസ്സിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 140 പത്രം എറിയാൻ പോയ മനുഷ്യനാ ഞാൻ. അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കാര്യം ഓടത്തിൽ നിറഞ്ഞപ്പോൾ റബ്ബർ ഷീറ്റ് കടയെ ഷീറ്റ് കഴുകാനും കഴുകിയ ഷീറ്റ് എടുത്ത് പുകപ്പരക്കകത്ത് വിരിക്കാനും ഷീറ്റിനകത്ത് കിടന്ന് ജീവിതം തീർത്തൊരു മനുഷ്യനാ ഞാൻ. പക്ഷെ ഇവിടെ നിൽക്കുന്നത് എന്നാ നിന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ കുടുംബത്തിനകത്തെ ശേഷിപ്പ് ഞാനാ. ആമേ. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. ചെന്നിത്തലയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കാരുണ്ട്. ചെന്നിത്തലയിലുള്ള ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം വലിയ ശ്രേഷ്ഠന്മാരാ. വള്ളക്കാലിയിൽ ഒരുപാട് ബന്ധുക്കാരുണ്ട്. പക്ഷെ ഒരെണ്ണത്തെ പോലും ദൈവം തൊട്ടിട്ടില്ല. പക്ഷെ അതേ ഹിന്ദു കുടുംബത്തിനകത്തുനിന്ന് എന്നെ ദൈവം തൊട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയാ, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ദേശത്തിനകത്ത് ദൈവം കണ്ട ശേഷിപ്പ് ഞാനാ. Oh, mighty name of Jesus. ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി നീ അടിവരയിട്ട് എഴുതിക്കോ, ഈ തലമുറയുടെ ശേഷിപ്പ് നീയാ. ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ച മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ കൊണ്ടൊരു കാഴ്ചയുണ്ട്. ആരാധന കിട്ടാതിരുന്ന് കിട്ടിയോണ്ടാണോ എന്ന് അറിയത്തില്ല. ജനം അങ്ങ് അല്ലേ വെള്ളത്തിനായി. സത്യമായിട്ട് എനിക്കിത് 2 വർഷക്കാലത്തിൽ ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു ഒരു ദൈവദാസൻ ദൈവവേലയ്ക്ക് പോകുമ്പോഴുള്ള മഹത്വവും പോകാതെ വീട്ടിലിരിക്കുമ്പോഴുള്ള മഹത്വവും ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു. വ്യക്തിപരമായ പ്രാർത്ഥനയും വ്യക്തിപരമായ ആരാധനയൊക്കെ ഉള്ളതാ. പക്ഷെ കൂട്ടായ്മയ്ക്കകത്ത് കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ. ഞാനീ പറയുന്ന ഈ കസേരകളിയും കാലുവാരലും രാഷ്ട്രീയം കൂടാനും സഭയ്ക്കകത്ത് കൂടുന്ന കാര്യമല്ല. ആത്മാവിൽ ആരാധിക്കുമ്പോൾ അനുഭവിക്കുന്നൊരു. ഞാനൊരു കാര്യം ഇവിടെ നിന്നുകൊണ്ട് തുറന്നു പറയാം. കൊറോണ വരുവോ കൊറോണ പോകുമോ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളിപ്പം കണ്ടതൊന്നുമല്ല, ഇതിൻ്റെ ഡബിള് പലതും നിങ്ങൾ കാണേണ്ട വരും. പക്ഷെ ഒരു സൈഡിൽ കൂടെ ഉണർവ് കത്തും. അല്ലെ പിന്നെ വചനം ഇതൊക്കെ വന്നില്ലെങ്കിൽ വചനം തെറ്റാകും. അന്ത്യനാളിൽ വ്യാധികൾ വരും, മഹാവ്യാധികൾ വരും, എല്ലാം വരും. പക്ഷെ ഒരു സൈഡിൽ കൂടെ തീ കത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാരണം വേദപുസ്തകത്തിൻ്റെ പോളിസിയ പീഡ പെരുകിയാൽ ജനം വർദ്ധിക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആഴം പിടി കിട്ടുന്നുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്ത് അടിവരയിട്ട് ഉറപ്പിച്ചോ, ഈ തലമുറയുടെ ശേഷിപ്പ് നീയാ, ഈ കാലഘട്ടത്തിൻ്റെ ശേഷിപ്പ് നീയാ, നിന്റെ കുടുംബത്തിനകത്തെ ശേഷിപ്പ് നീയാ. അതുകൊണ്ട് നിന്നെ തൊട്ട ദൈവം മറ്റൊന്നിനെയും തൊട്ടില്ലല്ലോ. കാരണം നീയാണ് ആ കുടുംബത്തിൻ്റെ ശേഷിപ്പ്. നിന്നിൽ കൂടാണ് ഒരു തലമുറയെ ദൈവം സ്പർശിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞ പദവെന്നാ? ഞാൻ 1-2 സ്ത്രീയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം, പുരുഷന്മാരിന്ന് വേണ്ട. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അറിയാത്തവരായിട്ട് ആരും ഇതിനകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. 3 മരണങ്ങൾ ഒഴിഞ്ഞു മാറിയ അധ്യായമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. യേശുക്രിസ്തു ചെയ്ത 36 അത്ഭുതങ്ങൾ, യേശുക്രിസ്തു പറഞ്ഞ 39 ഉപമകൾ. ഇതിനകത്ത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3 മരണങ്ങൾ വഴിമാറിയ അധ്യായമാണ് 5-ാം അധ്യായം. ഞാൻ ആ 5-ാം അധ്യായത്തെ കാണുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കാലത്തിൽ നടന്നൊരു വിടുതൽ. ഹലോ, 3 വിടുതലാ. അതിനെ വേണ്ടി ഇങ്ങനെയും പറയാം അഭിഷക്തന്മാരെ, ഇന്നലെ നടന്നൊരു വിടുതൽ, നാളെ നടക്കാൻ പോകുന്നൊരു വിടുതൽ, അതിൻ്റെ നടുവിൽ ഇന്ന് നടക്കുന്നൊരു വിടുതൽ. ഇനി അതിനെ ഒന്നുകൂടെ വേണം നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു ദിവസം, എന്നാൽ ഇന്നലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നൊരു വിടുതൽ. ഹലോ, മർക്കോസിന് വിഷയം 5-ാം അധ്യായം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധ, ഈ സാൻഡ്വിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ, 2 സൈഡ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് എന്ത് വെക്കും? ശ്രേഷ്ഠമായത്. 2 സൈഡ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ നടുവിൽ എന്തെടുത്ത് വെക്കും? അതെ, സത്യത്തിൽ അതിനാ പൈസ വാങ്ങിക്കുന്നത്. പക്ഷെ അത് മാത്രം ഉള്ളതുകൊണ്ട് സാൻഡ്വിച്ച് ആകത്തില്ല. ഇത് രണ്ടും കൂടെ ഒക്കെ. മർക്കോസിന് വിശേഷം 5-ാം അധ്യായം ശരിക്കും അതാ, ദൈവത്തിൻ്റെ കലവറകളെ ഒളിപ്പിച്ച് വെച്ച അധ്യായമാണ് മർക്കോസിന് വിശേഷം 5-ാം അധ്യായം.
രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെച്ച അധ്യായം 5-ാം അധ്യായം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ 2-3 സംഭവങ്ങൾ ഒരു അധ്യായത്തിനകത്ത് ഒരുമിച്ച് വരുമ്പോൾ ഓർത്തോണം, ദൈവം എന്തോ രഹസ്യം അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമ ഒറ്റയടിക്ക് ദൈവം പറഞ്ഞു അല്ലേ? ഒരു ഇടയന് 100 ആട്, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ, ഒരു അപ്പന് 2 മക്കൾ. ഗ്ലോറി. തുടങ്ങിയത് 100-ലാ, നിർത്തിയത് 2-ലാ. ശേഷിപ്പ. പിടികിട്ടുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആ മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ ഇവിടെ ഇങ്ങനെ പറയുന്നു, ഒരു ഇടയന് 100 ആട്, 1 പോയി. എല്ലാത്തിനകത്തും 1 പോകുന്നത്. അതാ വിഷയം. അതാ ഞാൻ പറഞ്ഞത്, രഹസ്യങ്ങളുടെ കലവറയാ. ഒന്നാമത്തെ നഷ്ടം ഒരു ഇടയൻ്റെ 100 ആട് പോയി. രണ്ടാമത്തെ നഷ്ടം ഒരു സ്ത്രീയുടെ 10 ദ്രഹ്മ, 10 ദ്രഹ്മയിൽ 1 പോയി. മൂന്നാമത്തെ നഷ്ടം ഒരു അപ്പൻ്റെ 2 മക്കളിൽ 1 പോയി. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചോണം. ഇതിനകത്ത് 3 കാര്യങ്ങൾ ഇതിനകത്ത് ദൈവാത്മാവ് പറഞ്ഞു. 1, ഈ 3 ഉപമയ്ക്കകത്ത് 3 കാര്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. മത്സരം കാണാം, മത്സരം. 2, മാനസാന്തരം കാണാം. 3, മടങ്ങി വരവ് കാണാം. ഹലോ, ഈ 3 ഉപമയ്ക്കകത്ത് വീണ്ടും കാര്യങ്ങൾ കാണാം. അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടത് കാണാം, അജ്ഞത കൊണ്ട് നഷ്ടപ്പെട്ടത് കാണാം, അഹന്ത കൊണ്ട് നഷ്ടപ്പെട്ടത് കാണാം, വീടിനകത്ത് നഷ്ടപ്പെട്ടത് കാണാം, വീടിന് പുറത്ത് നഷ്ടപ്പെട്ടത് കാണാം, വീടിനും ദേശത്തിനും വെളിയിൽ നഷ്ടപ്പെട്ടത് കാണാം. ഹലോ, ഈ 3 വരുന്നതെല്ലാം കയറി ആത്മാവിൽ ധ്യാനിച്ചോണം. പറയാൻ സമയമില്ല. എന്നാൽ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ പ്രത്യേകത, ഒന്നാമത്തെ വിടുതൽ ഗദര ദേശത്തോട്ട് യേശു കയറുകയാണ്. അത് പറയാനേ നമുക്ക് സമയമുള്ളൂ. അടുത്ത 15 മിനിറ്റിനകത്ത് പ്രസംഗം നിർത്താം. ഗദര ദേശത്തോട്ട് യേശു കയറുകയാണ്. അവിടോട്ട് യേശു കയറുമ്പോൾ അവിടുത്തെ സംഭവം എല്ലാവർക്കും സുപരിചിതമാണ്. വീട്ടിൽ കിടക്കേണ്ട ഒരു യൗവനക്കാരൻ കല്ലറ കിടക്കുക. എന്തുവാ? വീട്ടിൽ കിടക്കേണ്ട ഒരു യൗവനക്കാരൻ. ഞാൻ ഒരു പദം പറയുന്നുണ്ട്, ആരും എന്നോട് വിഷമിക്കരുത്. വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായിട്ടും, വീട്ടിൽ കിടക്കാൻ സൗകര്യം ഉണ്ടായിട്ടും, വീട്ടിൽ മക്കൾ കിടക്കുന്നില്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥന കൂട്ടിക്കോണം. ആർക്കും മനസ്സിലായില്ല? നീ വീട്ടിൽ കിടക്കാൻ സൗകര്യം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ, അയ്യോ ഞാൻ താമസിച്ച വീടൊക്കെ സാക്ഷി പറയുന്നത് ഒത്തിരി സമയം വേണം. ഞാൻ താമസിച്ച വീട്ടിൽ കറണ്ട് കിട്ടിയിട്ട് 10 വർഷമായുള്ളൂ. ഗ്ലോറി. ഇതിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാൻ കാരണം കർത്താവിനെ അറിഞ്ഞതാ കേട്ടോ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്നേരം നിങ്ങൾ ഈ തിരുവചനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ രാത്രിയിൽ പറയുന്നത്. വീട്ടിൽ കിടക്കാൻ സാഹചര്യം ഉണ്ട്, വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് മക്കൾ വീട്ടിൽ കിടക്കുന്നില്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥന കൂട്ടിക്കോ. ഗദരദേശത്തെ സാധനമാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ പിള്ളേരുടെ കാര്യമല്ല. ഡെയിലി വീട്ടിൽ വരാൻ പറ്റാതെ ജോലിക്ക് പോകുന്ന പിള്ളേർ. പക്ഷേ ഇത് വീട്ടിൽ വരാൻ സാഹചര്യം ഉണ്ടായിട്ടും, വീട്ടിൽ കിടക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും, ചോറ് വിളമ്പി അമ്മ കാത്തിരിക്കാൻ ഉണ്ടായിട്ടും മക്കൾ വീട്ടിൽ കയറുന്നില്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടണം. ആമേ, പ്രാർത്ഥന കൂട്ടണം. ഇവൻ്റെ പ്രശ്നം, ഇവൻ വീട്ടിലെന്ത് ചെയ്യത്തില്ല, പിന്നെ എവിടെ കിടക്കും? കല്ലറയിൽ കിടക്കും. ഒരു ദൂത് പറഞ്ഞു, നമുക്ക് ആ ഭാഗം മാത്രം ധ്യാനിക്കാം. ശേഷിപ്പ് പറയാൻ നിന്നാൽ 3 ദിവസം തരണം. ഇവൻ്റെ പ്രശ്നം, ഇവൻ വസ്ത്രം ധരിക്കത്തില്ല, വീട്ടിൽ കിടക്കത്തില്ല, നാട്ടുകാരെ കണ്ട ആക്രമിക്കും. പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് ഇവൻ്റെ പ്രോബ്ലം എന്താന്ന് മനസ്സിലാകുന്നത്. ഇതൊന്നും ഇവൻ സ്വയം ചെയ്തതല്ല, ഇവനെ ഭരിച്ച ഒരു ദുരാത്മ മണ്ഡലം ചെയ്തതാ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഈ യൗവനക്കാരൻ വസ്ത്രം ധരിക്കാത്തതിന്റെ കാരണം, ഇവൻ വീട്ടിൽ കിടക്കാത്തതിന്റെ കാരണം, ഇവൻ പലരെ ഉപദ്രവിച്ചതിന്റെ കാരണം, ഇവൻ ദേശത്തൊരു പേടി സ്വപ്നമായി മാറിയതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവനെ ബാധിച്ച ഒരു ദുരാത്മ സേനകളായിരുന്നു. ഞാൻ പരസ്യത്തിൽ പറയാം, ദേശത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ, ദേശത്ത് നടക്കുന്ന ആത്മഹത്യകൾ, ദേശത്ത് നടക്കുന്ന മുഴുവൻ അതിക്രമങ്ങൾ, നിഷ്ഠൂരമായ പ്രവർത്തികൾ, ഇതൊന്നും ഒരു വ്യക്തിയും സ്വതവേ ചെയ്യുന്നതല്ല. ഇതല്ല പൈശാചിക മണ്ഡലത്തിന്റെ കളികളാ. പ്രാർത്ഥിക്കുന്ന ദൈവജനം എഴുന്നേറ്റാൽ ദേശത്തിന്റെ മേൽ സമാധാനം വരും. അതങ്ങനെ
ഇവിടെ മക്കളുടെ US വിസ അടിക്കാൻ വേണ്ടി കുത്തിയിരിക്കുമ്പോഴാണോ ദേശത്തിന് പ്രാർത്ഥിക്കുന്നത്? കൊച്ചിൻ്റെ നേഴ്സ് ഇതൊന്നും വേണ്ടാന്ന് അരവിന്ദ് ഭാഷ പറയുന്നില്ല. ഞാനും ഒരപ്പനാ. പക്ഷേ വല്ലപ്പോഴും എങ്കിലുമൊക്കെ ദാണ്ടെ ഇതുപോലൊക്കെ ഇന്ത്യയുടെയൊക്കെ ഒരു മാപ്പൊക്കെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വല്ലപ്പോഴും അടുക്കളയിലോട്ട് പോകുമ്പോഴേലും ഒന്ന് നോക്കിയിട്ടെങ്കിലും പോകുന്ന അനുഗ്രഹമാണ്. നമ്മുടെ പ്രശ്നം, നമ്മൾ ജന്നത്തിലേക്ക് അപ്പുറം എരമത്തൂരും ജന്നത്തിലെയും മാന്നാറും പരുമലയും അല്ല, നമുക്കതിനപ്പുറം നമ്മളെ അറിയത്തില്ല. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ള ആൾക്കാരെന്ന്. ഇത് മാത്രം അല്ലല്ല, ഒത്തിരി പേരുണ്ട് ലോകത്ത്. ഹലോ, അതൊക്കെ നമ്മുടെ ചിന്തയാണ്. ഇവിടെ ഇത്രയും ഭാഗത്തെ ലൊക്കാലിറ്റിയിൽ ചിലർ കണ്ടില്ലേ ഭയങ്കരമായിട്ട് മസിലൊക്കെ പിടിച്ച്. ഞാൻ ചില സമയമൊക്കെ ചിന്തിക്കും, ഈ നമ്മൾ ചിലപ്പോഴൊക്കെ വാഹനം ഓടിച്ചൊക്കെ പോകുമ്പോഴേ അറിയാതൊക്കെ, ഒന്നാമത്തെ കാര്യം വാഹനം ഓടിക്കാൻ അറിയത്തില്ല, അതിൻ്റെ കൂടെ ചിലപ്പോൾ വെപ്രാളം പിടിച്ചൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുക, മീറ്റിങ്ങിനകത്ത് വിളിക്കും എത്തി പിന്നെ വെപ്രാളം പിടിച്ചാൽ ഓട്ടമില്ല. എവിടെയാണെന്ന് അറിയാവോ? റൂട്ട് മാപ്പൊക്കെ കണ്ടുപിടിച്ചല്ലേ വരുന്നത്. അന്നേരം എവിടെയെങ്കിലുമൊക്കെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നെ അന്നേരം എനിക്കകത്തങ്ങ് ചിരിയാ വരുന്ന, ഒരു കൊതു കുത്തിയാൽ ഇവനില്ല. ഈ സത്യത്തിൽ വേദപുസ്തകം എപ്പോഴും നമ്മൾ ഈ മസിലൊക്കെ പിടിക്കുമ്പോഴും നമ്മൾ ആൾക്കാർക്ക് നേരെ എടുത്ത് ചാടുമ്പോഴും ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ആലോചിച്ചോണം, നീ എടുത്ത ശ്വാസം പുറത്തോട്ട് വന്നില്ല, തീർന്നു കേട്ടോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആഴം പിടികിട്ടുന്നുണ്ട്? ഇനിയുള്ള കാലം ഭക്തിയോടെയും വിനയത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കാനുള്ള കാലമാണ്. ഞാൻ ഒരു വാക്ക് പറയാം, എൻ്റെ യേശു വരാറായി. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. യേശു വരാറായി എന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇവന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതാ, ഒരു വലിയ ദുരാത്മമണ്ഡലം ഇവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ നല്ല ഒന്നാം തരം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷേ എനിക്കിന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം പറയാം, ആരും സ്വയമേ ഒന്നും ചെയ്യത്തില്ല. പ്രിയർ, ഇതിൻ്റെ എല്ലാം പുറകെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കൊലപാതകം തുടങ്ങുന്നത് തന്നെ പൈശാചിക തന്ത്രമാണ്. ഞാനത് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ശേഷിപ്പ് അങ്ങനെ കൊണ്ട് എത്തിക്കത്തുള്ളായിരുന്നു. നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവ മക്കളെന്ന് പറഞ്ഞൊരു പട്ടണത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നത് ചുമ്മാതെ കുറേ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി കാറും വീടും വസ്തുവും കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം ദൈവം, നീ അവനെ വിളിച്ചത് നിമിത്തം ദൈവം നിനക്ക് തരുന്നതാ. അതിനപ്പുറം ഒരു ദൗത്യമുണ്ട് നമുക്ക്. നിന്റെ ദേശത്ത് നീ അറിയാതൊരു അനർത്ഥം വരരുത്. തിരുവചനത്തിൽ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവൻ കല്ലറേ കിടക്കുന്നു. പ്രശ്നം എന്തായിരുന്നു? ഒരു കൂട്ടം ദുരാത്മമണ്ഡലമാണ്. അത് എത്ര പേരുണ്ടെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പേരായിരുന്നു? 6000 പേര്. ഇനിയാണ് ദൂതിലേക്ക് നമ്മൾ വരുന്നത്. നിങ്ങൾ ഈ ദൂതിനെ സ്വീകരിക്കും. 6000 ഭൂതങ്ങൾ ഒരു ശരീരത്തിനകത്ത് ഇരുന്നെന്നൊക്കെ പറയുമ്പം, ഇപ്പം ഇവിടെ ഇതിൻ്റെ ലീഡേഴ്സായിട്ട് നിൽക്കുന്ന ദൈവദാസൻ 6000 അല്ല 60,000 കണ്ടിട്ടുണ്ട്. കാരണം എനിക്കറിയാം വടക്കേന്ത്യ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന്. എന്തിനാ നേരെ ചൊവ്വേ നമ്മുടെ സഭയ്ക്കകത്തൊക്കെ നല്ലപോലെ തീ കത്തിയാൽ വെള്ളം ഇട്ടിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് തന്നെ വരും 3-4 എണ്ണം. ശരിക്കും അഗ്നി നമ്മുടെ സഭയിലൊക്കെ ഒന്ന് കത്തി നോക്കട്ടെ. ഒരുപാട് നഷ്ടപ്പെട്ടതിനെ കാണാൻ പറ്റും. ആമേ, ഒരുപാട് നഷ്ടപ്പെട്ടത് ഇരിപ്പുണ്ട്. കണ്ടാൽ നമുക്കൊന്നും ഭയങ്കര ആത്മീയമാകുന്നു. പക്ഷേ തീ കത്തുമ്പോഴേ അറിയത്തുള്ളൂ ഇതൊക്കെ ഏതാ ഒറിജിനൽ. എൻ്റെ ഹൃദയത്തിലെ ചിന്തയിലോട്ട് 6000 എണ്ണം ഭൂതം ഒരു ശരീരത്തിനകത്തിരുന്നിട്ട് മാവുന്ന പണി 18 വയറ്റി നോക്കി ഈ ശരീരത്തെ ഒന്ന് നശിപ്പിക്കാൻ. അതാ ദൂത്. ഒന്നുകൂടെ പറഞ്ഞ 6000 ഭൂതം ആവുന്ന നോക്കിയിട്ടും ഇവന്റെ ശരീരത്തെ ചതച്ചു, ഇവനെ ഭ്രാന്തനാക്കി, ഇവനെ വീട്ടിൽ കിടക്കാത്തവനാക്കി, അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെടുത്തുന്നവനാക്കി, ദേശത്തൊരു പേടി സ്വപ്നമാക്കി. പക്ഷെ ഭൂതത്തിന് അവനെ കൊന്നുകളയാൻ കഴിഞ്ഞില്ല. 6000 ഭൂതത്തിന് വേണമെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റും, നിന്റെ ശരീരത്തെ ചതയ്ക്കാൻ പറ്റും. പലപ്പോഴും തീക്കകത്തും വെള്ളത്തിനകത്തും നിന്നെ ഇട്ടന്നിരിക്കും. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം, 6000 അല്ല 60,000 നോക്കിയാലും നീ ദേശത്തിലെ ശേഷിപ്പാണെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നിങ്ങൾ അതിൻ്റെ ആഴം അറിയേണ്ടത് എവിടാന്നറിയാവോ? ഈ 6000-ൽ 2 ഭൂതം ഒരു പന്നിയുടെ ദേഹത്തോട്ട് അങ്ങ് ചെന്ന് കയറി. അങ്ങനെ വചനം എഴുതിയിരിക്കുന്നത്. എത്ര ഭൂതമാ?
6000 ഭൂതം 3000 പന്നിക്കകത്ത് കയറിയെന്ന് എന്ന് പറഞ്ഞാൽ 2 ഭൂതം വെച്ച് ഒരു പന്നിക്ക് അങ്ങ് കൊടുത്തു. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ദുരാത്മാവ് വന്ന് ഈ പന്നിയുടെ ശരീരത്തിൽ കയറുമ്പോൾ പന്നി സംസാരിച്ചത് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ കേട്ടായിരുന്നു. പന്നി പറഞ്ഞത് എന്നാന്നറിയാവോ? ഇനി എനിക്ക് ആഹാരവും വേണ്ട, ഇനി എനിക്ക് ജീവിക്കാൻ വേണ്ട, ഈ ജീവിതം ഞാൻ മടുത്തെന്ന് പറഞ്ഞിട്ട് തിരുവചനം എഴുതിയിരിക്കുന്നു, പന്നികൾ കടും തൂക്കത്തിൽ കൂടെ ചെന്നിട്ട് കടലിൽ ചാടി ചത്തു. നിങ്ങൾ ആരും എൻ്റെ കൂടില്ല. എടാ, 2 ഭൂതത്തിന് 2 ദുരാത്മാവിന് ഒരു പന്നിയെ കൊന്നുകളയാൻ പറ്റും, പക്ഷെ ശേഷിപ്പിനെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറ, ഞാൻ ശേഷിപ്പാന്ന് പറ, ശേഷിപ്പാന്നേ. ഇനി നിങ്ങൾ ചിന്തിച്ചേ, അച്ഛാ ഇവൻ വീട്ടിൽ കിടക്കത്തില്ലല്ലോ, കല്ലറയിലല്ലേ കിടക്കുന്നേ, പ്രാന്തനല്ലേ, ചങ്ങല ഉരുമി ഉടച്ച് കിടക്കുമല്ലേ, ജീവനുള്ള ഒരുത്തിനും ആഹാരം കൊണ്ട് കൊടുക്കത്തില്ലല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ വന്ന നീ, എടാ ആഹാരം കഴിക്കാതെ എന്തുപോലെ ഇവൻ ആഹാരം, ജീവനുള്ള ആരും എന്ത് ചെയ്യത്തില്ല, ആഹാരം കൊണ്ട് കൊടുക്കത്തില്ല. ഇനി ആഹാരം ആരെങ്കിലും കൊടുത്തെന്നിരിക്കട്ടെ, ഇങ്ങനെ കല്ലറയിൽ കിടക്കുന്ന എത്ര കിലോ കാണും? കൂടിപ്പോയി ഒരു 50 കിലോ കഷ്ടിച്ച് കാണും. ഒരു പന്നി എത്ര കിലോ ഉണ്ട്? മിനിമം ഒരു 300 കിലോ വരും ഒരു പന്നി. പോട്ടെ, 150 കിലോ വരുമോ? അന്നേരം 2 ഭൂതത്തിന് 200 കിലോയുള്ള പന്നിയെ കൊല്ലാം. പക്ഷേ 50 കിലോ ഉള്ള ഒരുത്തനെ നാളുകൾ നോക്കിയിട്ടും കൊന്നുകളയാൻ പറ്റിയില്ല. ഇത് 2 ഭൂതമല്ല, എത്ര ഭൂതമാ? 6000 ഭൂതം ഒരുത്തനെ കൊന്നുകളയാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഞാൻ ഈ തിരുവചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അവൻ ദക്കപ്പൊലി നാട്ടിലെ എൻ്റെ ശേഷിപ്പാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിന്റെ വീടിനകത്തെ ശേഷിപ്പ് നീയാ, നിന്റെ പട്ടണത്തിലെ ശേഷിപ്പ് നീയാ. അതുകൊണ്ട് പല മരണത്തിന്റെ ശക്തികളും പല വാളുകളും നിന്റെ തലയുടെ മീതെ പൊങ്ങിയിട്ടു നീ അതിനകത്തുനിന്ന് രക്തം പൊടിയാതെ ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ കുടുംബത്തിന്റെ മേലിൽ ഉയർന്നു നിൽക്കുന്ന വാള്, ഏതൊക്കെയോ വ്യക്തികളുടെ മീതെ ഉയർന്നു നിൽക്കുന്ന വാള് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചോര പൊടിയാതെ അറുക്കപ്പെടാതെ നീ അതിനകത്തുനിന്ന് പുറത്തു വരാൻ പോവുകയാ. സമയം തീർന്നു. ഈ ശേഷിപ്പിനെ തൊട്ടിട്ടാണ് കർത്താവ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു സ്ത്രീ, അതാ വിഷയം. അവള് വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. എന്ത് പ്രാപിച്ചു? ശക്തി പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു. ഈ സ്ത്രീയെ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ, ഈ സ്ത്രീയോട് ചോദിക്കണം എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവളോട് ചോദിക്കണം എങ്ങനെ നീ വിടുതൽ പ്രാപിച്ചേ. അവളോട് ചോദിച്ചാൽ അവൾ അവിടെ ജീവിതം നിങ്ങളോട് പറയും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് അവിടെ ജീവിതം, കാരണം വേദപുസ്തകം അവിടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. അവൾ പറയും എൻ്റെ വീട് നഷ്ടമായിട്ടുണ്ട്. കാരണം വേദപുസ്തകം പല വൈദ്യന്മാരാൽ, ഏറിയ വൈദ്യന്മാരാൽ എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ചികിത്സിച്ചു എന്നതിനേക്കാൾ ഉപരി നല്ല വാർത്ത, പരീക്ഷണം നടത്തപ്പെട്ടവളാണ്. വീട് പോയവൾ, ശരീരം പോയവൾ, കുടുംബം പോയവൾ, എന്താ പറയുക, സമൂഹത്തുമായുള്ള ബന്ധം പോയവൾ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടൊരു സ്ത്രീ. പക്ഷെ അവൾ വിടുതൽ പ്രാപിച്ചു. നിങ്ങൾ ആ സ്ത്രീയെ വിളിച്ച് ഈ രാത്രി ഇന്റർവ്യൂ ചെയ്താൽ അവൾ പറയും, സത്യമാ സഹോദര, എൻ്റെ വീട് പോയി, എൻ്റെ കുടുംബം പോയി, എൻ്റെ ശരീരം പോയി, എൻ്റെ തലമുറ പോയി, എൻ്റെ ഭർത്താവ് പോയി, എനിക്കുള്ളതെല്ലാം പോയി, പക്ഷെ എനിക്കൊരു ശേഷിപ്പുണ്ടായിരുന്നു, അതെൻ്റെ വിശ്വാസമായിരുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം ഈ രാത്രി ഇതിനകത്തുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ കരങ്ങളെ ഉയർത്തി ഈ രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ച്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒരു പദം ഞാൻ പറയാം, ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത്?
ഞാൻ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ പോകുകയാണ്. എനിക്ക് വീണ്ടും സമയം നീട്ടി തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു ഭാഗം കൂടെ ഞാൻ പറയുന്നത്. ഒരു ഭാഗം കൂടെ പറയാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു മലയുടെ മുകളിൽ വലിയ വലിയ ഉപദേശങ്ങൾ യേശു നടത്തുമ്പോൾ 5000 പുരുഷന്മാർ മലയുടെ മുകളിൽ കൂടിയിരിക്കുകയാണ്. എല്ലാവരും കൂടിയിരുന്ന് വചനം കേട്ട് തൃപ്തരായി. എല്ലാവരും വചനത്തിൽ ആത്മാവിൽ സന്തോഷിച്ചു, വചനത്തിൽ സന്തോഷിച്ചു. പക്ഷേ പെട്ടെന്ന് ദൈവം വൈകുന്നേരമായപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, ഇവർ വീടുകളിൽ പോകാൻ പോകുക, ഇവർക്ക് ആഹാരം കൊടുക്കണം. ഹലോ, ഇവർക്ക് എന്ത് കൊടുക്കണം? ആഹാരം കൊടുക്കണം. യേശുക്രിസ്തു അവിടെ ഇങ്ങനെ പറയുന്നു, അപ്പം എടുത്ത് എന്ത് ചെയ്തു? നുറുക്കി എന്ന് പറയും. യേശുക്രിസ്തു അപ്പം നുറുക്കി 5 ഭാഗങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. 1, 5000 പുരുഷന്മാരുടെ നടുവിൽ ക്രിസ്തു അപ്പം എടുത്ത് നുറുക്കി. 2, 7000-ഓളം വരുന്ന ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ, അതിൽ 7000 തന്നെയല്ലേ ഭാഷ, കറക്റ്റ് അല്ലേ? വരുന്ന ജനത്തിൻ്റെ നടുവിൽ കർത്താവ് വീണ്ടും എന്ത് ചെയ്തു? അപ്പം എടുത്തു നുറുക്കി. എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 2 അപ്പം നുറുക്കൽ യേശു നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വയറ് നിറഞ്ഞല്ല, അതെന്നാ സംഭവിക്കാൻ? എന്ത് പറഞ്ഞ്? വയറ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. 3-ാമത് യേശു വീണ്ടും അപ്പം നുറുക്കി. എവിടെ വെച്ചാ? അയ്യോ പറ. വിരിച്ചൊരുക്കിയ മാളിക മുറിയുടെ അകത്ത് കർത്താവ് അപ്പം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞ് നുറുക്കിക്കൊടുത്തു. അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? ആദ്യത്തെ 2 അപ്പം നുറുക്കലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടി വന്നവരുടെ വയറ് നിറഞ്ഞപ്പോൾ 3-ാമത്തെ അപ്പം നുറുക്കലിൽ കൂടി വന്നവരുടെ കണ്ണു നിറഞ്ഞു. ആമേ. 4-ാമത് യേശു വീണ്ടും അപ്പം കയ്യിലെടുത്തു. എവിടാന്നറിയാവോ? യെരുശലേമിൽ നിന്നും എമ്മുവസിലോട്ട് യാത്ര ചെയ്ത് തിരികെ പിടിച്ച 2 പേർക്ക് വേണ്ടി വഴിമധ്യത്തിൽ വെച്ച് നസ്രയൻ അപ്പം എടുത്ത് നുറുക്കുമ്പോൾ അവിടെ സംഭവിച്ചതെന്നാണെന്നറിയാവോ? ആദ്യത്തെ 2 അപ്പം നുറുക്കലിൽ വയറ് നിറഞ്ഞെങ്കിൽ, 3-ാമത്തെ അപ്പം നുറുക്കലിൽ കണ്ണ് നിറഞ്ഞെങ്കിൽ, 4-ാമത് യേശു അപ്പം നുറുക്കിയപ്പോൾ നടന്നത് അവരുടെ കണ്ണുകൾ തുറന്നു. പിടികിട്ടുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം ഇതിനകത്ത് എന്തോ ചെയ്യാൻ പോകുകയാ. എനിക്കൊരു കാര്യം അറിയാം, ചിലതിൻ്റെ കണ്ണു തുറക്കും, ചിലതിൻ്റെ വയറ് നിറയും, ചിലതിൻ്റെ കണ്ണു നിറയും. ഈ രാത്രിയിൽ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ഈ രാത്രിയിൽ നിന്നെ തൊടുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. ശേഷിപ്പുകളെ തെരയുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ച് ആമേൻ. 5-ാമത് യേശു വീണ്ടും ഒരു അപ്പം നുറുക്കി. അത് ഞങ്ങൾ പിള്ളേർക്കുള്ള അപ്പമാണ്. എവിടെ വെച്ചാന്നറിയാവോ? തിബരിയാസ് കടൽക്കരയിൽ വെച്ച് കർത്താവ് അപ്പം നുറുക്കി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മീൻ പിടിച്ച് പരിചയമുള്ള കൈകളെല്ലാം കൂടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ എന്നപ്പം കർത്താവ് നീ ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അതല്ലേലും അങ്ങനെ, കർത്താവിനെ വിട്ടുപോയി ഒന്നും കിട്ടത്തില്ല. കർത്താവ് അവരോട് പറയുന്നൊരു പദമുണ്ട്, മക്കളെ വലതുവശത്തോട്ട് വല വീശിക്കോ. പക്ഷെ ഇതിനു മുൻപേ വേറൊരു കാര്യം ഇവിടെ സംഭവിച്ചു. കനലുമേ ചുട്ട അപ്പം. ഇപ്പോൾ പിടിച്ച മീൻ, വല്ല മീൻ അവിടെ ഒത്തിരി ദൂതുണ്ട്. ആ ഒരു ഭാഗത്ത് കരയിലെ മീൻ, കടലിലെ മീൻ ഒത്തിരി ദൂത് കിടക്കുക. അവിടെ യേശു അപ്പം നുറുക്കി. അവിടെ എന്താ സംഭവിച്ചതെന്നറിയാവോ? ആദ്യം വയറ് നിറഞ്ഞു, കണ്ണു നിറഞ്ഞു, കണ്ണു തുറന്നു. ഇപ്പോൾ അപ്പം നുറുക്കുമ്പോൾ സംഭവിക്കുക എന്നാന്നറിയാവോ? വയറ് നിറയുകയും കണ്ണു നിറയുകയും കണ്ണു തുറക്കുകയൊന്നുമല്ല നടന്നത്. ഇവിടെ നടന്നത് യേശുവിനെ യാഥാർത്ഥ്യമായിട്ട് തിരിച്ചറിയുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇവിടെ മലയുടെ മുകളിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ആ പദം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മലയുടെ മുകളിൽ യേശു ശിഷ്യന്മാരോട് പറയുക, ഇവർക്ക് കഴിക്കാൻ കൊടുക്കണം. ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കാണും, കർത്താവേ, അവിടെ പറയാത്ത കുറച്ച് കാര്യം കൂടെ ഞാനങ്ങ് പറയാം. അങ്ങേക്ക് അറിയാമല്ലോ, അന്ന് വള്ളവും വലയും വിട്ടിട്ട് ഇറങ്ങിയിട്ട് പിന്നെ സൈഡ് ബിസിനസ്സിന് പോയിട്ടില്ല. വള്ളവും വലയും വിട്ടിട്ട് നിൻ്റെ കൂടെ വന്നതിൽ പിന്നെ ഈ ഇതല്ലാതെ ഇടയ്ക്കൂടെ ബ്രോക്കർ പണിക്ക് പോയിട്ടില്ല, വസ്തുക്കച്ചവടത്തിന് പോയിട്ടില്ല, ഗ്ലോറി ഒന്നിനും പോയിട്ടില്ല. വള്ളവും വലയും വിട്ടിട്ട് ഇറങ്ങിയതാ. നീ അറിയാത്ത 1 രൂപ ആരും എൻ്റെ കൂടെ ഇല്ല. നീ അറിയാത്തതും നിനക്കറിവില്ലാത്തതുമായിട്ടുള്ള 1 രൂപ ഞങ്ങളുടെ കയ്യിലില്ല. ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടത്തിലെ അന്ത്രയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവിനോട് പറയുക, അപ്പാ, ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അതാണ് എനിക്കിഷ്ടം.
നിങ്ങൾ അന്ത്രയോസിനെ വിളിച്ചിട്ട് ചോദിക്കണം, അച്ഛാന്നോ ഉപദേശിന്നോ നേതാവേന്നോ എന്തേലും വിളിച്ചിട്ട് ചോദിക്കണം, ഇതെങ്ങനെ കണ്ട്? ഇവിടെ 10, 100, 200 പേര് ഇരിപ്പുണ്ട്. നിങ്ങൾ ഇനി എന്തൊക്കെ കൊണ്ട് അതിനകത്ത് കയറിയെന്ന് ആർക്കറിയാം? എനിക്ക് കാണാൻ പറ്റും. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അഭിഷക്തന്മാരുടെ ഈ ബൈബിൾ ഉണ്ടെന്ന് കാണാം, ബാക്കിലോട്ടിരിക്കുന്നവരിൽ എന്തോ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം, അന്ത്രയോസെ 5000 പുരുഷന്മാർ മാത്രം കൂടിയ സ്ഥലം, ബാലന്മാർ വേറെ, ഏകദേശം 10-25,000-ഓളം ജനം കൂടിയെടുത്ത് എങ്ങനെ നീ കണ്ടടാ ബാലന്റെ കയ്യിലെ ഒരു പൊതി? അന്ത്രയോസ് ഉറപ്പായിട്ടും പറയും, കണ്ടതല്ല കാണിച്ചതാ. ഇനി എൻ്റെ ചോദ്യം, അന്ത്രയോസ് അന്നേരം ആയിരിക്കത്തില്ലല്ലോ കണ്ടത്, ഇടയ്ക്കെങ്ങാണ്ട് കണ്ടതാ, രാവിലെ എങ്ങാണ്ട് ചെറുക്കൻ കയറിപ്പോയപ്പം കണ്ടതാ, വൈകിട്ട് കർത്താവ് ചോദിക്കുമ്പോഴും പറയാം ബാലൻ്റെ കയ്യിൽ ഒരു പൊതി. ഇനി എൻ്റെ ചോദ്യം, ബാലൻ്റെ കയ്യിൽ പൊതി കെട്ടിക്കൊടുത്ത് അപ്പനെയും അമ്മയും വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യണം, ഞാനിങ്ങനെയൊക്കെയാണ് വചനം പ്രസംഗിക്കുന്നത്. അല്ല, എനിക്ക് ഉദാഹരണം പറയാൻ അറിയത്തില്ല, ചാളി തമാശ പറയാൻ അറിയത്തില്ല, ഒന്നും പറയാൻ അറിയത്തില്ല. ദൈവവചനം വചനമായിട്ട് തന്നെ പറഞ്ഞു തരും. ആത്മാവിൽ പ്രാപിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു ശേഷിപ്പുകൾ എഴുന്നേറ്റ് പൊക്കോണം. ഇനി അപ്പനും അമ്മയോടും ചോദിച്ചാൽ എന്തിനീ പൊതി കെട്ടിക്കൊടുത്തത്? ചെറുക്കൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ ചർച്ചിനൊക്കെ സഭയോഗത്തിനൊക്കെ വരുന്നവർ ബിസ്ക്കറ്റും കൊണ്ട് വരുന്ന കണ്ടിട്ടില്ലേ? അവസാനം ഗതി കെട്ടിട്ട് പാസ്റ്റർമാർ എഴുതി വെച്ച് മൊബൈൽ ഫോണും ഓഫ് ചെയ്യണം, ഇവിടെ വെച്ച് ബിസ്ക്കറ്റും കൊടുക്കല്ലേ അല്ലേ? കാരണം അമ്മയ്ക്കറിയാം തീ ഇറങ്ങിയാലും ചെറുക്കന് വിശന്ന ബിസ്ക്കറ്റ് കിട്ടണം, അല്ലെ തീയൊക്കെ അവൻ അണയ്ക്കും അല്ലേ? എന്നാൽ ഈ ചെറുക്കൻ്റെ പ്രശ്നം, ഈ ബാലൻ്റെ പ്രശ്നം യേശു അല്ല, സാക്ഷാൽ യഹോവ ഇറങ്ങിയാലും വിശന്ന അവൻ ആഹാരം കിട്ടണം. അന്നേരം ഉറപ്പായിട്ടും കഴിക്കാൻ പ്രാപ്തിയുള്ള ചെറുക്കനും കഴിക്കുന്ന ചെറുക്കനും ചെറുക്കൻ്റെ സ്വഭാവം അറിയുന്ന അപ്പനും അമ്മയും ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സ്വസ്ഥതയോടിരിക്കാൻ വേണ്ടി അപ്പവും കെട്ടിയാണ് വന്നേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത ഞാൻ പറയാം. മീറ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ ചെറുക്കൻ അപ്പമൊക്കെ എടുത്ത് 1, 2 ഒക്കെ കഴിച്ച് കാണും. പക്ഷേ മീറ്റിംഗ് തീർന്നപ്പം അന്ത്രയോസ് പറയുക, ഒരു ബാലൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്, ഞാൻ ആ പൊതിയെ നോക്കി വിളിക്കുക, ജനക്കൂട്ടത്തിന് നടുവിൽ ശേഷിച്ച പൊതി. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഇന്ന് രാത്രി ശേഷിപ്പുകളെ കയ്യിലെടുക്കുന്ന ഒരു ദൈവം ഇതിനകത്തുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് കരങ്ങൾ ഉയർത്തി രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാം. ശേഷിപ്പുകളെ കയ്യിലെടുക്കുന്ന ദൈവം, ശേഷിപ്പുകളെ ഉപയോഗിക്കുന്ന ദൈവം. ഈ രാത്രി നീ ഒരു ശേഷിപ്പാ, നിന്റെ വീടിനകത്ത് നീ ഒരു ശേഷിപ്പാ, ഈ തലമുറയിൽ നീ ഒരു ശേഷിപ്പാ. വിശ്വസിക്കുന്നവർ ഉറപ്പുണ്ടെങ്കിൽ 2 കരങ്ങളെ ഉയർത്തിപ്പറ, ഈ രാത്രി തലമുറകളുടെ വയറ് നിറയ്ക്കുന്ന, അനേകരുടെ വിശപ്പ് മാറ്റുന്ന, ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. അനേകരുടെ വിശപ്പ് മാറ്റുന്ന, ആയിരങ്ങളുടെ വീടിനകത്ത് ശേഷിപ്പുകൾ കയറ്റുന്ന, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഇതിനകത്തൊരു ദൂത് പ്രവചിച്ചു പറയുന്നു. ദൈവ സ്വപ്നം കണ്ട, ദൈവം മറച്ചിട്ട, ദൈവം ചില ബാലന്മാരുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച, ദൈവം ചില പ്രദേശങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ദൈവത്തിന്റെ ശേഷിപ്പുകൾ ചെന്നിത്തലയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. In the name of Jesus. In the name of Jesus. ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ബാലന്റെ കയ്യിലെ ശേഷിപ്പിനെ ദൈവം എടുത്തതുപോലെ, ആ മേശപ്പുറത്തുനിന്ന് വന്ന ശേഷിപ്പിനെ എടുത്തതുപോലെ, ഇന്ന് രാത്രി ചെന്നിത്തലയ്ക്കകത്തുനിന്ന് ചില കുടുംബത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില ശേഷിപ്പുകളെ ദൈവം തൊടാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രിയിലെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ 2-3 പദം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ബാലൻ്റെ കയ്യിൽ ഇരുന്നതിനെ ഞാൻ വിളിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ ചിന്തയിൽ അതെന്താ? ശേഷിപ്പ. അതെന്താ? ശേഷിപ്പ. ചെറുക്കൻ ഉറപ്പായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറുക്കന് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ഞാനിത് 2 രീതിയിൽ പ്രസംഗിക്കാം. ഇവൻ ഈ പൊതി തുറന്നിട്ടില്ലെന്നും ഞാൻ പ്രസംഗിക്കാറുണ്ട്. ശേഷിപ്പ് പറയുമ്പോൾ ഞാനിത് തുറന്നേ പറയും. പക്ഷെ മഹത്വത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഇത് തുറന്നില്ലെന്നും ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുന്നു, ഈ കാലഘട്ടത്തിലും ചില ശേഷിപ്പുകളുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇത്രയും പ്രതിസന്ധി വന്നിട്ടും, ഇത്രയും പ്രതികൂലം വന്നിട്ടും, എന്തെല്ലാം പീഡനങ്ങളിൽ കൂടെ കടന്നുപോയവർ ഇതിനകത്തുണ്ട്. വിശ്വാസത്തിൽ നിന്ന് എന്നേ ഇറങ്ങിപ്പോകേണ്ടവർ ഇതിനകത്ത് ഇരിപ്പില്ലേ? വിശ്വാസം വിട്ടെന്നേ മാറിപ്പോകേണ്ടവർ ഇതിനകത്തില്ലേ? അടി കൊണ്ടവരില്ലേ? നിന്ന ഏറ്റവരില്ലേ? പഴി കേട്ടവരില്ലേ? ദുഷി കേട്ടവരില്ലേ? ഇന്നും നീ നിലനിൽക്കുന്നെങ്കിൽ നിന്റെ മേൽ നീ തന്നെ അടിവരയിട്ട് എഴുതിക്കോ, ഞാനൊരു ശേഷിപ്പാ, ഞാനൊരു റെമനന്റ്. ശേഷിപ്പുണ്ടോ? ദൈവം തൊടും. ശേഷിപ്പുണ്ടോ?
1000-ന്റെ നടുവിലാണ് ഇരിക്കുന്നതെങ്കിലും ശേഷിപ്പിനെ ദൈവം കയ്യിലെടുക്കുക. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. പൗലോസേ, ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ശേഷിപ്പ്. പൗലോസേ, നിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ശേഷിപ്പ്. ഈ സാധുക്കളായ ഞങ്ങളുടെ കാലഘട്ടത്തിലും ദൈവം ചില ശേഷിപ്പുകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാനാന്ന് ഉറപ്പുള്ളവർ 2 കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രിയിൽ ഞാൻ 1-2-3 പദങ്ങളുണ്ട്, പക്ഷെ അത് നമ്മുടെ മുമ്പിലെ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ബന്ധങ്ങളിലെ ശേഷിപ്പുണ്ട്. ബന്ധങ്ങളിലെ ശേഷിപ്പുണ്ട്. ബന്ധങ്ങളിൽ ദൈവ ശേഷിപ്പ് വെച്ചേക്കും ചിലർക്ക് വേണ്ടി. ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ചെറുക്കൻ വീട്ടിൽ കിടക്കുക, ശരീരം തളർന്നുപോയി, കട്ടിലിനകത്താ കിടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, സ്വാധീനമില്ലാത്തൊരു മനുഷ്യൻ കുറേ നാൾ വീട്ടിൽ കിടന്ന് ആരും കാണത്തില്ല. പക്ഷെ അവനെ എഴുന്നേൽപ്പിക്കാൻ ഒരു 4 സഹോദരന്മാരെ ദൈവം ശേഷിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പ്രവചിച്ചു പറയുന്നു. ഒരു പട്ടണത്തിലെ ശേഷിപ്പ് നീയാണെങ്കിൽ, ഒരു ദേശത്തിലെ ശേഷിപ്പ് നീയാണെങ്കിൽ, ഏതെല്ലാം പൈശാചിക മണ്ഡലം എത്ര നാൾ ശ്രമിച്ചാലും നിന്റെ ശരീരത്തെ ചതച്ചെന്നിരിക്കുക, പലപ്പോഴും നിന്നെ രോഗിയാക്കിയെന്നിരിക്കുക. പക്ഷെ ഇന്നും മരണത്തിന് പിടിക്കാൻ പറ്റാതെ നീ നിൽക്കുന്നതിന്റെ കാരണം നിന്റെ കുടുംബത്തിനകത്തെ ശേഷിപ്പ് നീയാ. ഈ തലമുറയുടെ ശേഷിപ്പുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. ഒന്ന് ഉയർത്തിയാട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാട്ടെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ തലമുറയുടെ ശേഷിപ്പാന്ന്? എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. എല്ലാ കുടുംബങ്ങളുടെ അകത്തും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ഉറപ്പാ. എല്ലാ കുടുംബങ്ങളുടെ അകത്തും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. എല്ലാ പട്ടണത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. പാപം ലോകത്തിൽ പെരുകിയപ്പോൾ, സോദോം പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ സോദോം മുഴുവൻ ദൈവം നശിപ്പിച്ചു. പക്ഷെ ലോത്ത് എന്നൊരു ശേഷിപ്പുണ്ടായിരുന്നു ദൈവത്തിന്. മഹാപ്രളയം ഭൂമിയെ മുക്കിയപ്പോൾ മുഴുവൻ ഭൂമിയിലുള്ളത് മുഴുവൻ ചത്തുചാകുമ്പോഴും പെട്ടകത്തിനകത്ത് ദൈവത്തിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ഞാനിത് പറയുമ്പോൾ ഒത്തിരി പറയണം. യഹൂദന്മാർ വർഷങ്ങളായി ചവിട്ടാത്തൊരു മണ്ണുണ്ടായിരുന്നു യഹൂദ നാട്ടിൽ. യഹൂദന്മാർ വർഷങ്ങളായി ചവിട്ടിയിട്ടില്ല. യഹൂദന്മാർ വർഷങ്ങളായി സഹകരിക്കാറില്ല. പക്ഷെ ആ മണ്ണിലും എൻ്റെ കർത്താവിനൊരു ശേഷിപ്പുണ്ടായിരുന്നു. അവളുടെ പേരാ ശമരിയ സ്ത്രീ. എല്ലാ കാലഘട്ടത്തിലും, എല്ലാ കുടുംബത്തിലും, എല്ലാ കാലയളവിലും ദൈവത്തിനെടുക്കാൻ പാകത്തിൽ, ദൈവത്തിന് തൊടാൻ പാകത്തിൽ ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചേക്കും. അതാണ് ഇന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ഈ തലമുറയുടെ റെമനന്റുകളാ. ഈ കാലഘട്ടത്തെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, ദൈവം ശേഷിപ്പുകളെ എഴുന്നേൽപ്പിക്കുന്ന കാലഘട്ടമായത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്താ? നിന്റെ കോളേജിൽ നീ ഒരു ശേഷിപ്പായിരിക്കും. നിന്റെ പട്ടണത്തിൽ നീ ഒരു ശേഷിപ്പാ. ഈ ശേഷിപ്പായതുകൊണ്ട്, ശേഷിപ്പ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ ഓവർകം ചെയ്തവർന്ന. എന്താ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞ? ശേഷിപ്പാണോ, നിങ്ങൾ ശേഷിപ്പാണോ എന്ന് അറിയണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഫ്രീ ആയിട്ടാ പോകുന്നെങ്കിൽ ഓർത്തോ നീ ശേഷിപ്പുമല്ല, ഒന്നുമല്ല. പക്ഷെ പ്രതിസന്ധിക്കകത്തൂടെ നീ കടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒന്നുകൂടെ ഞാനൊരു ദൂത് പറയാം. തീക്കകത്തിട്ടാൽ വെന്തുപോകില്ല എന്ന് ഉറപ്പുള്ളതിനെ മാത്രമേ യജമാനൻ തീക്കകത്തിടാറുള്ളൂ. തീക്കകത്തിട്ടാൽ വെന്തുപോകില്ലെന്ന് ഉറപ്പുള്ളതിനെ മാത്രമേ യജമാനൻ തീക്കകത്തിടാറുള്ളൂ. ഒന്നുകൂടെ പറയാം, തീക്കകത്തൂടെ കയറിയിറങ്ങിയവരാണ് ഈ തലമുറയുടെ ശേഷിപ്പുകൾ. എല്ലാ കണ്ണുകളും അടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും പറ, എൻ്റെ പട്ടണത്തിലെ
എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ദേശത്തിലെ ശേഷിപ്പിന്റെ ശക്തി അറിയണോ? ശേഷിപ്പിന്റെ ശക്തി അറിയണോ? ഏദൻ തോട്ടത്തിൽ പാപം സാത്താൻ മാനവകുലത്തിന്റെ മേൽ വിതറിയപ്പോ പാമ്പിനോടും സ്ത്രീയോടും പാമ്പിനോടും പുരുഷനോടും ദൈവം സംസാരിച്ച പദമുണ്ട്. പാമ്പിന്റെ മുകളിലേക്ക് ശാപം വിടുമ്പോ മാനവകുലത്തിന്റെ മുകളിലേക്ക് ശാപം മാത്രമല്ല വിട്ടത്, ശാപത്തിന്റെ കൂടെ ഒരു വാഗ്ദത്തം കൂടെ വിട്ടു. ആമേൻ. എന്താ പറഞ്ഞേ? നീ നൊന്തു പ്രസവിക്കും, നീ വിയർപ്പോട് ഉപജീവനം കഴിക്കും എന്ന് ഏദനിലെ ആദ്യത്തെ കുടുംബത്തോട് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ ക്രിസ്തു മറന്നില്ല, ഒരു കാര്യം പറയാൻ ദൈവം മറന്നില്ല. ഒരു വാഗ്ദത്തം കൂടെ പറഞ്ഞു. ഹേ പാമ്പേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. Oh, mighty name of Jesus. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അന്ന് മുതല് അതാണ്. അതുകൂടെ പറഞ്ഞാലും പ്രാർത്ഥിച്ചാലേ സുവിശേഷ മഹായോഗം ആകുന്നു. പാസ്റ്ററങ്ങളെ, അന്ന് മുതൽ സാത്താൻ നോക്കുക, ആരാടാ സ്ത്രീയുടെ സന്തതി? എന്താ പറഞ്ഞേ? പുരുഷന്റെ സന്തതി എന്നാണോ പറഞ്ഞേ? അത് ഭയങ്കര വ്യത്യസ്തമാ. ഞങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ച് നിന്നിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളൊരു താളവാ. സ്ത്രീയുടെ സന്തതി സാത്താൻ പിടികിട്ടിയില്ല. അവിടെ പുരുഷന്റെ സന്തതിയല്ലേ, അങ്ങനല്ലേ പറയണ്ടേ? ദൈവം തിരിച്ചു പറഞ്ഞു കേട്ടോ, സ്ത്രീയുടെ സന്തതി. അർത്ഥം ഏദനിൽ തമ്പുരാൻ പറഞ്ഞ പുരുഷൻ അറിഞ്ഞിട്ടല്ല, പുരുഷൻ അറിയാതെ സ്ത്രീക്ക് സന്തതി വരും. പറയാം. അന്ന് മുതൽ സാത്താൻ നോക്കുക, ആരാടാ സ്ത്രീയുടെ സന്തതി? ഹാബേൽ വന്നു, അവൻ യാഗം നടത്തിയപ്പോൾ സാത്താൻ ചിന്തിച്ച് ഇവനാ സ്ത്രീയുടെ സന്തതി. അവനെ വയലിൽ കൊണ്ടുപോയി വളരെ ഗൂഢമായിട്ട് കൊന്നുകളഞ്ഞു. പദ്ധതി ഉള്ളവനെ മുഴുവൻ വെട്ടിയും കുത്തിയും എറിഞ്ഞും സാത്താൻ കൊന്നുകളഞ്ഞു. നിങ്ങൾ തിരുവചനം നോക്കിക്കോ, സാധ്യതയുള്ളവനെ എല്ലാം സാത്താൻ കൊന്നു. ഹാബേൽ വന്നു, യാഗം നടത്തി, ഹാബേലിനെ തട്ടി. അടുത്ത തലമുറ ഇങ്ങോട്ട് വന്നു, മ്ലേച്ഛത തുറന്നു വിട്ടു, മൊത്തം എണ്ണത്തെ കൊന്നു. താന്റെ പെട്ടകത്തിൽ കയറി ഒരുത്തൻ രക്ഷപ്പെട്ടു. തമ്പുരാനും സാത്താൻ ചിന്തിച്ച് ഇവനായിരിക്കും. നോ, അവനെയും തകർക്കാനുള്ള തന്ത്രങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞ, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വെളിപ്പാടുള്ളവനെ എഴുന്നേറ്റ മുഴുവൻ എണ്ണത്തെയും സാത്താൻ തകർത്തു. പക്ഷെ എനിക്കിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം വന്നൊരു കാര്യം എന്നാണെന്നറിയാവോ? യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന്. പിടികിട്ടി എത്ര പേര് ഇതിനകത്തുണ്ട്? സാത്താനെ, നീ വെട്ടിയും കുത്തിയും ഓരോന്നിനെ കൊന്നോണ്ടിരിക്കുമ്പോൾ നീ അറിഞ്ഞില്ല, നിന്റെ തലയെ തകർക്കാനുള്ളവൻ വരുന്നത് കൊമ്പിന്നല്ല, നിന്റെ തലയെ തകർക്കാനുള്ളവൻ വരുന്നത് ശേഷിപ്പിൽ നിന്ന്. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും. ഇന്ന് രാത്രി സാത്താന്റെ തലയെ തകർക്കുന്നത് ആരാന്നറിയാവോ? ശേഷിപ്പിൽ എഴുന്നേറ്റ് വരുന്നവരാ, ശേഷിപ്പിന്റെ ശക്തികളാ. ഈ തലമുറയുടെ ശേഷിപ്പുകൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രി ശേഷിപ്പുകളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പദം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. സാത്താൻ വെട്ടി 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 എഴുന്നേക്കുന്നവനെ ഒന്നെങ്കിൽ പെണ്ണി തകർക്കും, അല്ലെങ്കിൽ മണ്ണി തകർക്കും, അല്ലെങ്കിൽ എന്തിലെങ്കിലും തകർക്കും. പക്ഷെ സാത്താൻ അറിഞ്ഞില്ല, നിന്റെ തലയെ തകർക്കാനുള്ളവൻ വരുന്നത് കുറ്റിയെന്നാ. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാ? കുറ്റി എന്താ? കരുവേലവും കരിമരവും വെട്ടിയാൽ പറ, കുറ്റി ശേഷിച്ചിരിക്കും. ഓ, കരിമേരവും കലിമരവും വെട്ടിയാൽ കുറ്റി ശേഷിക്കും. അർത്ഥം, ഈ രണ്ട് മരത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ വെട്ടിക്കളഞ്ഞാലും പെട്ടെന്നൊന്നും വേര് പട്ടുപോകത്തില്ല. കാരണം ഈ രണ്ട് മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വെയിറ്റിംഗ്, സാധ്യത ഉണ്ടോന്ന് വെയിറ്റിംഗ്. കാരണം ശേഷിപ്പ് അടിയിൽ കിടക്കുന്നിടത്തോളം കാലം വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ നീ തിരിച്ചു കയറും. സാത്താൻ മണ്ടേ നോക്കിക്കൊണ്ടിരിക്കുക. സാത്താൻ അറിഞ്ഞില്ല ഇവന്റെ തലയെ തകർക്കാനുള്ളവൻ എവിടുന്നാ വരുന്നേ.
ശേഷിപ്പിൽ നിന്ന്, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള വരുവന്ന, ഇശായിയുടെ കൊമ്പിൽ നിന്ന് വരുവെന്നല്ല പറഞ്ഞേ, ഇശായിയുടെ കുറ്റി. അതിനർത്ഥം നിന്റെ തലയെ തകർക്കാനുള്ളവൻ പുറത്തു വരുന്നത് മോനെ ശേഷിപ്പിനകത്തുനിന്ന്. അങ്ങനാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, സാത്താന്റെ തലയെ തകർക്കുന്ന ഒരു തലമുറ ഭാരത മണ്ണിൽ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവര് വലിയ കൂട്ടമല്ല, അവര് വലിയ ഗ്യാതറിംഗ് അല്ല, അവര് കുറ്റിന്നൊരു ശേഷിപ്പോ. ഞാനൊരു ശേഷിപ്പാന്ന് ഉറപ്പുണ്ടെങ്കിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. എല്ലാ കരങ്ങളും ഉയർത്തിയതിനകത്ത്. ഞാൻ ഇന്ന് രാത്രി ഇത്രയും മണിക്കൂറുകൾ വണ്ടി ഓടിച്ച് ഇവിടെ വന്നത് എന്തേലും പറഞ്ഞിട്ട് പോകാനല്ല, വന്നതിനകത്ത് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകണം. ഇന്ന് രാത്രി തിരിച്ച് നിന്റെ വീട്ടിൽ കയറുമ്പോൾ അന്തരാത്മാവിൽ അടിവരയിട്ട് എഴുതി പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശേഷിപ്പാ, എൻ്റെ കുടുംബത്തിനകത്തെ ശേഷിപ്പാ. അത് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച്, ഇന്ന് രാത്രി ശേഷിപ്പാണോ നിനക്കൊരു ദൗത്യമുണ്ട്, ശേഷിപ്പാണോ നിനക്കൊരു ദൗത്യമുണ്ട്, ശേഷിപ്പാണോ നിന്റെ മേൽ ചിലത് കൈമാറും, ശേഷിപ്പാണോ ദൈവം നിന്നെ ഈ രാത്രിയിൽ തൊടു. ഈ രാത്രിയിൽ ശേഷിപ്പുകളെ കയ്യിലെടുക്കുന്ന ദൈവം ഇതിനകത്തുണ്ടെന്നുറപ്പുള്ളവർ 2 കരങ്ങളെ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ അതരങ്ങളെ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഈ രാത്രിയിൽ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ചേ, യേശുവേ യേശുവേ ഒന്ന് വിളിച്ചേ. ആ വഴിവക്കിലിരുന്ന കുരുടന്മാർ വിളിച്ചതുപോലെ, ദാവീദ് പുത്രാ കരുണ തോന്നണേ എന്ന് വിളിച്ചതുപോലെ ഈ രാത്രി ദൈവജനം ഒരുമിച്ച് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഓ താങ്ക് യു ജീസസ്. ഈ രാത്രി കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടന്ന വടക്കേന്ത്യൻ മിഷണറി വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളിവിടെ സ്ക്രീനിൽ കണ്ട് കർത്താവേ, ഞങ്ങൾ നേരിൽ കണ്ടില്ല, പക്ഷേ ഈ സ്ക്രീനിൽ ഞങ്ങൾ കണ്ട അവരുടെ അവസ്ഥ. ഞങ്ങൾ വളരെ സുഖത്തോടെ സുഭിക്ഷതയോടെ 4 പകരം 5 നേരമൊക്കെ കഴിച്ചും കുടിച്ചും സുഖിച്ചും ഞങ്ങൾ പലപ്പോഴും ഉള്ളതുപോലും ഞങ്ങൾക്ക് തൃപ്തി വരാതെ ഞങ്ങൾ പരാതികളൊക്കെ പറയുമ്പോൾ ഒരു നേരം കഴിച്ചും കിടക്കാൻ വീടില്ലാതെയും ആരാധിക്കാൻ ചർച്ചില്ലാതെയും ഞങ്ങൾക്ക് നല്ല ഹോളുണ്ടായിട്ടും കർത്താവെ ആരാധിക്കാൻ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ഞങ്ങൾ ആരാധിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ആർത്തിയുള്ളൊരു ജനം അവിടെ അങ്ങേക്കുണ്ടല്ലോ, അങ്ങേക്ക് ആർത്തിയുള്ളൊരു ജനം ഉണ്ടല്ലോ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഭാരത മണ്ണിനകത്ത് കേരളത്തിൽ നിന്ന് ചില ശേഷിപ്പുകളെ വടക്കേന്ത്യ മണ്ണിലോട്ട് പറഞ്ഞു വിടണമേ. ഇന്ന് രാത്രി ഇതിന് നേതൃത്വം കൊടുത്ത അഭിഷക്തന്മാരെ കർത്താവേ, എൻ്റെ പുറകിൽ ദൈവവചനം കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ ഈ ദൈവഭൃത്യന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ, ഈ വേദിക്കകത്തിരിക്കുന്ന മുഴുവൻ ശുശ്രൂഷകന്മാരെ, അവരുടെ തലമുറകളെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശേഷിപ്പുകളെ കയ്യിലെടുക്കണേ. ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ തലമുറയിലെ അങ്ങയുടെ ശേഷിപ്പുകളാ. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല കർത്താവേ, ഏലിശയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല കർത്താവേ, പൗലോസിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും ഞങ്ങളൊരു ശേഷിപ്പാ. ഈ ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ പാറയുടെ വിടുവിൽ വീഴരുത്, വഴിയരികിൽ വീഴരുത്, മുള്ളിൻ്റെ ഇടയിൽ വീഴരുത്. ഇത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇത് 30, 60, 100 മേനിയായി വിളയാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന ജനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരാൾ പോലും രോഗികളായിട്ട് പുറത്തു പോകരുത്. ഇന്ന് രാത്രി പ്രസംഗിച്ച വചനത്തിൻ്റെ ശക്തി, ശരീരം പോയാലും വീട് പോയാലും വിശ്വാസം എന്ന ശേഷിപ്പിനെ തൊടുന്നൊരു ദൈവം ഈ രാത്രി ജനത്തെ തൊട്ടതിന് നന്ദി പറയുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ